അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ലേൺ അറബിക് വിത്ത് മിന്ന സലം എന്ന യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് 7ാം ക്ലാസ്സിൻ്റെ മുസ്ലിമുകളുടെ ഇന്ത്യൻ പാരമ്പര്യം എന്ന കിതാബിലെ 9ാമത്തെ പാഠഭാഗമാണ്. പാഠം 9, ഷാഹ് വലിയുല്ലാഹി ദഹ്ലവി. ഇന്ത്യയിൽ സമഗ്രവും ശാസ്ത്രീയവുമായ ഹദീസ് പഠനം വികാസം പ്രാപിച്ചത് ഷാഹ് വലിയുല്ലാഹി ദഹ്ലവി റഹ്മത്തുള്ളാഹിയുടെ ഫലമായിട്ടാണ്. വ്യത്യസ്ത ചിന്താധാരകളെ കൂട്ടിയിണക്കി ഇസ്ലാമിക ദർശനങ്ങൾക്ക് യുക്തിഭദ്രമായ അടിത്തറയൊരുക്കാൻ ഷാഹ് വലിയുല്ലാഹി ദഹ്ലവി നടത്തിയ കഠിന പരിശ്രമം ഇസ്ലാമിക വിജ്ഞാന രംഗത്ത് ഒരു വഴിത്തിരിവ് സൃഷ്ടിക്കുകയുണ്ടായി. കാലഘട്ടങ്ങളുടെ മാറ്റങ്ങൾ ഉൾക്കൊള്ളാൻ ഇസ്ലാമിക നിയമങ്ങൾക്കുള്ള കരുത്ത് സമൂഹത്തിനെ ബോധ്യപ്പെടുത്താൻ അദ്ദേഹത്തിൻ്റെ വ്യാഖ്യാനങ്ങൾക്ക് കഴിഞ്ഞു. നിരവധി അമൂല്യ ഗ്രന്ഥങ്ങളുടെ കർത്താവായ ഷാഹ് വലിയുല്ലാഹി പേർഷ്യൻ ഭാഷയിലേക്ക് തർജ്ജമ ചെയ്ത പരിശുദ്ധ ഖുർആൻ ലോകപ്രസിദ്ധിയാർജിച്ചതാണ്. രാജ്യത്തെ രാഷ്ട്രീയ, സാമൂഹിക, സാമ്പത്തിക വ്യവസ്ഥകൾ ധാർമ്മിക മൂല്യങ്ങളുടെ അടിസ്ഥാനത്തിൽ സംവിധാനം ചെയ്യണമെന്ന അദ്ദേഹത്തിൻ്റെ വീക്ഷണം സമൂഹത്തിൽ ഒരു പുതിയ വഴിത്തിരിവ് സൃഷ്ടിച്ചു. സ്റ്റേറ്റിൻ്റെ അഥവാ ഭരണകൂടത്തിൻ്റെ ധാർമ്മിക അധഃപതനം ജനസമൂഹത്തെ തകർത്തു കളയുമെന്ന് അദ്ദേഹം മുന്നറിയിപ്പ് നൽകി. ലളിത ജീവിതം ഇസ്ലാമിക ശൈലിയുടെ മുഖമുദ്രയാക്കാനും സാമൂഹിക നീതി ഉറപ്പാക്കാൻ മനുഷ്യരാശിയുടെ നേർക്കുള്ള എല്ലാ വിവേചനങ്ങൾക്കുമെതിരെ കർമ്മനിരതരാകാനും അദ്ദേഹം മുസ്ലിം സമുദായത്തെ ഉദ്ബോധിപ്പിച്ചു. ഇസ്ലാമിക നവോത്ഥാനത്തിനു വേണ്ടി യാഥാസ്ഥിതികവും പുരോഗമനപരവുമായ വീക്ഷണങ്ങളെ അദ്ദേഹം സമർത്ഥമായി കൂട്ടിയിണക്കി അതിന് പുതുജീവൻ നൽകി സമൂഹത്തിൽ അവതരിപ്പിച്ചു. AD 1703 ജനിച്ച് 1763 അന്തരിച്ച മഹാനവറുകൾ ഇന്ത്യയുടെ സാമൂഹിക സാംസ്കാരിക മണ്ഡലങ്ങളും പ്രത്യേകിച്ച് മുസ്ലിം സമുദായവും നൂറ്റാണ്ടുകൾ കൊണ്ട് കഴിയാത്ത നേട്ടങ്ങൾ കൈവരിച്ചു. ഷാഹ് വലിയുല്ലാഹിയുടെ കാലഘട്ടം ഇന്ത്യൻ മുസൽമാൻ്റെ ഉയർത്തെഴുന്നേൽപ്പിൻ്റെ കാലഘട്ടമായിരുന്നു. പാഠഭാഗം മനസ്സിലായല്ലോ. ഇനി നമുക്ക് ക്വസ്റ്റ്യൻ ആൻസറിലേക്ക് പോകാം. ഉത്തരം എഴുതുക. 1. ആരുടെ പരിശ്രമ ഫലമായാണ് ഇന്ത്യയിൽ ഹദീസ് പഠനം ശാസ്ത്രീയ വികാസം പ്രാപിച്ചത്? ആരുടെ ശ്രമഫലമാണ്? ഷാഹ് വലിയുല്ലാഹി ദഹ്ലവി റഹ്മത്തുള്ളാഹിയുടെ പരിശ്രമ ഫലമായിട്ട്. 2. ഷാഹ് വലിയുല്ലാഹി ദഹ്ലവി ഖുർആൻ തർജ്ജമ ചെയ്തത് ഏത് ഭാഷയിലേക്കാണ്? ഷാഹ് വലിയുല്ലാഹി പേർഷ്യൻ ഭാഷയിലേക്കാണ് ഖുർആൻ തർജ്ജമ ചെയ്തത്. 3. സമൂഹത്തിൽ പുതിയ വഴിത്തിരിവ് സൃഷ്ടിച്ച അദ്ദേഹത്തിൻ്റെ വീക്ഷണം എന്ത്? രാജ്യത്തെ രാഷ്ട്രീയ, സാമൂഹിക, സാമ്പത്തിക വ്യവസ്ഥകൾ ധാർമ്മിക മൂല്യങ്ങളുടെ അടിസ്ഥാനത്തിൽ സംവിധാനം ചെയ്യണമെന്ന അദ്ദേഹത്തിൻ്റെ വീക്ഷണം സമൂഹത്തിൽ ഒരു പുതിയ വഴിത്തിരിവ് സൃഷ്ടിച്ചു. 4. ഇന്ത്യൻ മുസൽമാൻ്റെ ഉയർത്തെഴുന്നേൽപ്പിൻ്റെ കാലഘട്ടം ഏത്? ഷാഹ് വലിയുല്ലാഹി ദഹ്ലവിയുടെ കാലഘട്ടം ഇന്ത്യൻ മുസൽമാൻ്റെ ഉയർത്തെഴുന്നേൽപ്പിൻ്റെ കാലഘട്ടമായിരുന്നു. പൂരിപ്പിക്കുക. 1. AD ഡാഷിൽ ജനിച്ചു, ഡാഷിൽ അന്തരിച്ചു. AD 1703 ജനിച്ച് 1763 അന്തരിച്ചു. വിവരിക്കുക. 1. ഷാഹ് വലിയുല്ലാഹി ദഹ്ലവിയുടെ പ്രവർത്തനങ്ങൾ. രാജ്യത്തെ രാഷ്ട്രീയ, സാമൂഹിക, സാമ്പത്തിക വ്യവസ്ഥകൾ ധാർമ്മിക മൂല്യങ്ങളുടെ അടിസ്ഥാനത്തിൽ സംവിധാനം ചെയ്യണമെന്ന അദ്ദേഹത്തിൻ്റെ വീക്ഷണം സമൂഹത്തിൽ ഒരു പുതിയ വഴിത്തിരിവ് സൃഷ്ടിച്ചു. സ്റ്റേറ്റിൻ്റെ അഥവാ ഭരണകൂടത്തിൻ്റെ ധാർമ്മിക അധഃപതനം ജനസമൂഹത്തെ തകർത്തു കളയുമെന്ന് അദ്ദേഹം മുന്നറിയിപ്പ് നൽകി. ലളിത ജീവിതം ഇസ്ലാമിക ശൈലിയുടെ മുഖമുദ്രയാക്കാനും സാമൂഹിക നീതി ഉറപ്പാക്കാൻ മനുഷ്യരാശിയുടെ നേർക്കുള്ള എല്ലാ വിവേചനങ്ങൾക്കുമെതിരെ കർമ്മനിരതരാകാനും അദ്ദേഹം മുസ്ലിം സമുദായത്തെ ഉദ്ബോധിപ്പിച്ചു. ഇസ്ലാമിക നവോത്ഥാനത്തിനു വേണ്ടി യാഥാസ്ഥിതികവും പുരോഗമനപരവുമായ വീക്ഷണങ്ങളെ അദ്ദേഹം സമർത്ഥമായി കൂട്ടിയിണക്കി അതിന് പുതുജീവൻ നൽകി സമൂഹത്തിൽ അവതരിപ്പിച്ചു. AD 1703 ജനിച്ച് 1763 അന്തരിച്ച മഹാനവറുകൾ ഇന്ത്യയുടെ സാമൂഹിക സാംസ്കാരിക മണ്ഡലങ്ങളും പ്രത്യേകിച്ച് മുസ്ലിം സമുദായവും നൂറ്റാണ്ടുകൾ കൊണ്ട് കഴിയാത്ത നേട്ടങ്ങൾ കൈവരിച്ചു. ഷാഹ് വലിയുല്ലാഹി ദഹ്ലവിയുടെ കാലഘട്ടം ഇന്ത്യൻ മുസൽമാൻ്റെ ഉയർത്തെഴുന്നേൽപ്പിൻ്റെ കാലഘട്ടമായിരുന്നു. ഇതോടുകൂടി ഇന്നത്തെ നമ്മുടെ ക്ലാസ് അവസാനിക്കുകയാണ്. പാഠഭാഗം വായിക്കേണ്ടത് എങ്ങനെയെന്നും ക്വസ്റ്റ്യൻ ആൻസർ എന്താണെന്നും മനസ്സിലാക്കി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും
കൂട്ടുകാർക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുക്കാനും മറന്നു പോകരുത്. ഇൻഷാ അല്ലാഹ് മറ്റൊരു വീഡിയോയുമായി കാണും വരെ മഅസ്സലാമ.